ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അക്സ. G4 ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 40 ഹാങ്ങിങ് പ്ലാന്റ്സ് വെറൈറ്റികളെയാണ്. ഇത്രയും ഹാങ്ങിങ് പ്ലാന്റ്സ് വെറൈറ്റികളെ ഒരുമിച്ച് കാണിക്കുവാനുള്ള എൻ്റെ ഈ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെടികളുടെ പേരുകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ. G4 ഗാർഡൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡിഷീഡിയ വെറൈറ്റികളാണ്. ഒന്ന് ഡിഷീഡിയ ഒയാന്ത. ഈ കാണുന്ന ചെടിയാണ് ഡിഷീഡിയയുടെ ഒയാന്ത എന്ന വെറൈറ്റി. ഇതിന് സ്പാ ഗരി എന്നും പേരുണ്ട്. ഇത് കുറച്ച് നീളത്തിൽ വളർന്നതാണെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്കും അത്യാവശ്യം നീളം ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ സീഡ്ലിംഗ് ആണെങ്കിൽ ഈ കാണുന്നത് പോലെ നീളം കുറവായിരിക്കും. നീളം കുറഞ്ഞ ഈ റൗണ്ട് ഇലകളുള്ള വെറൈറ്റിക്ക് ഗരി എന്നും പറയുന്നുണ്ട്. ഡിഷീഡിയയ്ക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതിരിക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത്. 2. ഒയാന്ത വെരിഗേറ്റഡ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഒയാന്ത വെറൈറ്റിയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. വെരിഗേറ്റഡ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ ഇലകൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ ഇലകൾക്ക് ചുറ്റും വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ബോർഡർ കാണാൻ കഴിയും. ഡിഷീഡിയയുടെ പോട്ടി മിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഷീഡിയയ്ക്ക് മണ്ണില്ലാത്തൊരു പോട്ടി മിക്സാണ് നല്ലത്. ഇത് ഈ കാണുന്നത് പോലെ തേങ്ങയുടെ തൊണ്ടും ചകിരിയും കൊണ്ടുള്ള ഒരു പോട്ടി മിക്സ് ആവും ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു പോട്ടി മിക്സിന് കാരണം ഈ ചെടിയുടെ വേരുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ ലഭിക്കേണ്ടതുകൊണ്ടാണ്. 3. ഡിഷീഡിയ മില്യൺ ഹാർട്ട്സ്. ഈ കാണുന്ന ചെടിയുടെ പേരാണ് ഡിഷീഡിയ മില്യൺ ഹാർട്ട്സ്. ഈ കാണുന്നത് ഒരു സീഡ്ലിംഗ് ആണ്. പക്ഷേ ഇത് ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് വളരുന്നൊരു ചെടിയാണ്. ഇതിന് മില്യൺ ഹാർട്ട്സ് എന്ന് മാത്രമല്ല 1000 ഹാർട്ട്സ് എന്നും ചിലർ വിളിക്കാറുണ്ട്. ഇങ്ങനെ വിളിക്കാൻ കാരണം ഇതിൻ്റെ ഇലകൾക്ക് ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ ചെടിയുടെ സയൻറ്റിഫിക് നെയിം ഡിഷീഡിയ റോസിഫോളിയ എന്നാണ്. ഫിലിപ്പീൻസ് ആണ് ഇതിൻ്റെ സ്വദേശം. 4. ഡിഷീഡിയ മില്യൺ ഹാർട്ട്സ് വെരിഗേറ്റഡ്. നമ്മൾ നേരത്തെ കണ്ട മില്യൺ ഹാർട്ട്സ് ഡിഷീഡിയയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. വെരിഗേറ്റഡ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലകൾക്ക് ചുറ്റും വൈറ്റ് ബോർഡർ കാണാൻ കഴിയും. ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് ഡിഷീഡിയ മില്യൺ ഹാർട്ട്സ് വെരിഗേറ്റഡ് എന്നാണ്. 5. ഡിഷീഡിയ വാട്ടർമെലൺ. ഈ കാണുന്ന ചെടിയുടെ പേരാണ് ഡിഷീഡിയ വാട്ടർമെലൺ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഡിഷീഡിയ ഒവാറ്റ എന്നാണ്. ഇതിനെ വാട്ടർമെലൺ എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഇലകളിൽ ഒരു തണ്ണിമത്തിൻ്റെ രൂപം വ്യക്തമായി കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. ഈ കാണുന്ന ഡിഷീഡിയ ചെടികളൊക്കെ നമുക്ക് ബാൽക്കണിയിലോ സിറ്റൗട്ടിലോ ഒക്കെ ഹാങ് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വാട്ടർമെലൺ വെറൈറ്റിയും നന്നായി തിങ്ങി നിറഞ്ഞ് വളരുന്ന ഒരു വെറൈറ്റിയാണ്. 6. കിഡ്നി പ്ലാന്റ്. ഈ കാണുന്ന വെറൈറ്റിയാണ് പൊതുവെ കിഡ്നി പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. ഈ ചെടിയെ കിഡ്നി പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണം ഈ ചെടിയുടെ ഇലകൾക്ക് ഒരു കിഡ്നിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ്. ഈ ചെടിയുടെ സയൻറ്റിഫിക് നെയിം ഡിഷീഡിയ പ്ലാറ്റിഫില എന്നാണ്. ഡിഷീഡിയയുടെ 6 വെറൈറ്റികളെയാണ് ഞാനിവിടെ കാണിച്ചത്. ഡിഷീഡിയയുടെ മിക്കവാറും എല്ലാ വെറൈറ്റികളും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. മാത്രമല്ല ഡിഷീഡിയ വെറൈറ്റീസ് പൊതുവെ എപ്പിഫൈറ്റ്സ് കൂടിയാണ്. അതായത് ഈ ചെടികളെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇവയുടെ തണ്ടുകളുടെ ഇടയിൽ വേരുകളുണ്ട് എന്നത്. ഈ വേരുകൾ ഉപയോഗിച്ച് മരങ്ങളിലൊക്കെ ചുറ്റിപ്പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് ഡിഷീഡിയ. 100-ലേറെ വെറൈറ്റികളിലുള്ള ഡിഷീഡിയയുടെ ഈ പേരുകൾ ഞാൻ മാക്സിമം കറക്റ്റായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചെടികൾക്ക് മറ്റേതെങ്കിലും പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാൻ മറക്കരുത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിഷീഡിയയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഹോയയെക്കുറിച്ചാണ്. ബന്ധുവെന്ന് പറയാൻ കാരണം ഡിഷീഡിയയും ഹോയയും അപ്പോസിനേസി എന്ന ഫാമിലിയിൽ പെടുന്ന ചെടികളാണ്. 7. ഹോയ ക്രിംസൺ ക്വീൻ. ഈ കാണുന്ന ചെടിയുടെ പേര് ഹോയ ക്രിംസൺ ക്വീൻ എന്നാണ്. ഇതിന് ഹോയ ട്രൈക്കളർ എന്നും പേരുണ്ട്. ട്രൈക്കളർ എന്ന് പേര് വരാൻ കാരണം ഈ ചെടിയുടെ ഇലകളിൽ വെള്ള, പച്ച, പിങ്ക് എന്നീ 3 കളർ നമുക്ക് കാണാൻ കഴിയും. ഹോയ ചെടികൾക്ക് പൊതുവെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണ്ട ചെടികളാണ്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതെ ഇവയെ നോക്കണം. ഒരിക്കലും ഇതിനെ ഒരു വെളിച്ചം കിട്ടാത്ത ഇരുണ്ട സ്ഥലങ്ങളിൽ വെക്കരുത്.
8. ഹോയ പ്യൂബിക്കാലിക്സ്. ഈ കാണുന്ന ചെടി ഹോയ പ്യൂബിക്കാലിക്സ് എന്നറിയപ്പെടുന്നു. ഇതിന് നീണ്ട ഇലകളും ഇലകളിൽ വൈറ്റ് സ്പോട്ടും നമുക്ക് കാണാൻ കഴിയും. ഹോയ ചെടികൾ പൊതുവെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഈ പൂവിൻ്റെ കളറിനും ഷേപ്പിനും അനുസരിച്ച് ചെടികളുടെ പേരും മാറും. ഉദാഹരണത്തിന് ഹോയ പ്യൂബിക്കാലിക്സിൽ തന്നെ സിൽവർ പിങ്ക്, പിങ്ക് സ്പ്ലാഷ്, റെഡ് ഡ്രാഗൺ എന്നിങ്ങനെയൊക്കെ പല പേരുകളിലുള്ള വെറൈറ്റീസ് ഉണ്ട്. 9. ഹോയ കൊർണോസ. ഇത് ഹോയ കൊർണോസ എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് പ്യൂബിക്കാലിക്സിൻ്റെ ഇലകളെക്കാളും നീളം കുറവാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊർണോസ വെറൈറ്റിയുടെ ഇലകളിൽ വൈറ്റ് ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ടിട്ട് ഹോയ കൊർണോസ ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്ലവർ വന്നാലേ നമുക്ക് കൃത്യമായ പേര് പറയാൻ കഴിയൂ. 10. ഹോയ കൊർണോസ പിങ്ക്. ഇത് ഹോയ കൊർണോസയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടിട്ട് ഇത് ഹോയ കൊർണോസ പിങ്ക് ആണെന്നാണ് തോന്നുന്നത്. കൃത്യമായ പേര് ഫ്ലവർ വന്നാലേ അറിയാൻ പറ്റൂ. ഹോയ വെറൈറ്റികളുടെ ഇലകൾക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ടും ഇലകളിൽ പിടിച്ചു നോക്കുമ്പോൾ ഒരു മെഴുകിൻ്റെ ഫീലിംഗ് കിട്ടുന്നത് കൊണ്ടുമാകാം ഹോയ പ്ലാന്റുകളെ വാക്സ് പ്ലാന്റുകളോ എന്ന് വിളിക്കാറുള്ളത്. 11. ഹോയ ഓസ്ട്രാലിസ്. ഇത് ഹോയ ഓസ്ട്രാലിസ് എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ മിക്കവാറും ഇലകൾക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. പക്ഷേ ചില ഇലകൾ ചെറുതായി നീളത്തിൽ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഹോയയുടെ ഒരു പ്രത്യേകത, ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ചെടിയല്ല. ഇതിൻ്റെ പോട്ട് മിക്സ് ആയിട്ട് ഡിഷീഡിയയുടെ പോലെ എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തുന്ന ചകിരിച്ചോറോ തൊണ്ടോ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കും നല്ലത്. 12. ടർട്ടിൽ വൈൻ. ഇനി നമുക്ക് കുറച്ച് ടർട്ടിൽ വൈൻ വെറൈറ്റികളെ പരിചയപ്പെടാം. ഈ കാണുന്നത് ടർട്ടിൽ വൈൻ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിന് എവർഗ്രീൻ ടർട്ടിൽ വൈൻ എന്നും പറയാറുണ്ട്. ഇത് എല്ലാവരും അറിയുന്നത് പോലെ കേരളത്തിൽ ട്രെൻഡിങ് ആയൊരു ചെടിയാണ്. 13. പർപ്പിൾ ടർട്ടിൽ വൈൻ. ഈ കാണുന്നത് ടർട്ടിൽ വൈൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് പർപ്പിൾ ഗ്രീൻ ഷെയ്ഡാണ് ഉള്ളത്. ടർട്ടിൽ വൈൻ്റെ മറ്റു പേരുകളാണ് ബൊളീവിയൻ ജ്യൂ, ക്രീപ്പിംഗ് ഇഞ്ച് പ്ലാന്റ് എന്നൊക്കെ. 14. പിങ്ക് ലേഡി ടർട്ടിൽ വൈൻ. ഈ കാണുന്ന പിങ്ക് ഇലകളുള്ള ടർട്ടിൽ വൈൻ്റെ മൂന്നാമത്തെ വെറൈറ്റിയുടെ പേരാണ് പിങ്ക് ലേഡി. നേരത്തെ പറഞ്ഞതുപോലെ ടർട്ടിൽ വൈന് ബൊളീവിയൻ ജ്യൂ, ക്രീപ്പിംഗ് ഇഞ്ച് പ്ലാന്റ് എന്നൊക്കെ പേരുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കാലീസിയ റിപ്പൻസ് എന്നാണ്. 15. സ്ട്രിങ് ഓഫ് ബനാന. അടുത്തതായി നാം കാണുന്ന പ്ലാന്റാണ് സ്ട്രിങ് ഓഫ് ബനാന. ഇതിനെ സ്ട്രിങ് ഓഫ് ബനാന എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഇലകളുടെ ഷേപ്പ് ഒരു ബനാന അല്ലെങ്കിൽ വാഴപ്പഴത്തിൻ്റെയൊക്കെ ആകൃതിയിലായതുകൊണ്ടാകാം. ഇത് സക്കുലൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. ഈ കാണുന്നത് പോലെ നല്ല നീളത്തിൽ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് ഈ സ്ട്രിങ് ഓഫ് ബനാന. 16. ഹെമിഗ്രാഫിസ് റെപ്പൻഡ. അടുത്തതായി നമ്മൾ ഈ കാണുന്ന ചെടിയുടെ പേരാണ് ഹെമിഗ്രാഫിസ് റെപ്പൻഡ. ഗ്രീക്ക് ഭാഷയിൽ ഹെമി എന്ന് വെച്ചാൽ ഹാഫ്, ഗ്രാഫിസ് എന്ന് വെച്ചാൽ പെയിൻറ്റ് ബ്രഷ് എന്നാണ്. ഇതിൻ്റെ ഇലകൾ നീണ്ട് ഒരു ബ്രഷിൻ്റെ രൂപത്തിലായതുകൊണ്ടാകാം ഇതിനെ ഹെമിഗ്രാഫിസ് എന്ന് പേര് വന്നത്. പക്ഷേ ഇതിനെ പൊതുവായി അറിയപ്പെടുന്നത് ഡ്രാഗൺസ് ടങ്ക് എന്നാണ്. ഇതിന് ചെറിയ ഒരു പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ ഉണ്ടാകാറുണ്ട്. നേരത്തെ കാണിച്ച പിങ്ക് വെറൈറ്റിയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഈ കാണുന്നത്. നല്ല ബുഷിയായി വളർന്നു വരുന്ന ഒരു ഗ്രാസ് പ്ലാന്റ് ആണിത്. ഇതിനെ ബോർഡർ ഗ്രാസ് എന്നും വിളിക്കാറുണ്ട്. 18. ബേബി സ്റ്റിയേഴ്സ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ബേബി സ്റ്റിയേഴ്സ് പ്ലാന്റ് ആണ്. ഈ ചെടി ക്യാമറയിലൂടെ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. പ്രത്യേകിച്ച് ഈ ചെടിയുടെ അറ്റത്ത് കാണുന്ന പൂവിൻ്റെ ഷേപ്പിലുള്ളതുപോലുള്ള കുഞ്ഞിലകൾ. ഈ ചെടി നല്ലൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് കൂടിയാണ്. 19. ലിപ്സ്റ്റിക് പ്ലാന്റ് റെഡ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. പക്ഷേ ബ്രൈറ്റ് ലൈറ്റ് വേണമെന്ന് മാത്രം. ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഇത് പൂവിടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന പേര് പറയാൻ കാരണം ഇതിൻ്റെ പൂവാണ്. പൂവിൻ്റെ ഔട്ടർ ഷെല്ലിനകത്ത് നിന്ന് ലിപ്സ്റ്റിക്ക് ഇറങ്ങി വരുന്നത് പോലെ ഒരു റെഡ് ട്യൂബ് ഇറങ്ങി വരുന്നതായിരിക്കും. ഈ ചെടി റെഡ് കളർ ഫ്ലവർ തരുന്നതുകൊണ്ട് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നും പറയുന്നു. 20. ലിപ്സ്റ്റിക് ടൈഗർ പ്ലാന്റ്.
അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയായ ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റിനെയാണ്. ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം നമുക്കിതിൻ്റെ ഇലകൾ കാണുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ ഇലകളുടെ പുറത്തുള്ള സ്ട്രൈപ്സ് വന്നിട്ട് ടൈഗറിൻ്റെ ശരീരത്തിലുള്ള സ്ട്രൈപ്സ് പോലെ ആയതുകൊണ്ടാണ് ഇതിനെ ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. 21. ജെയ്ഡ്. ഈ കാണുന്ന ചെടി ജെയ്ഡിൻ്റെ ഒരു ഹാങ്ങിങ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ജെയ്ഡ് നമുക്ക് ഇൻഡോറായി വളർത്താൻ കഴിയും. വെള്ളം കൂടി പോകാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മാത്രം. സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതിന് വെള്ളം കൊടുത്താൽ മതിയാകും. 22. പിഡിലാന്തസ് കേർലി പിങ്ക്. ഈ ചെടി പിഡിലാന്തസ് കേർലി പിങ്ക് എന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഈ ചെടിയുടെ ഇലകൾ ചുരുളൻ ഇലകളാണ്. ഇതിൻ്റെ ഇലകൾക്ക് ചുറ്റും ഒരു ലൈറ്റ് ഗ്രീൻ ബോർഡറും നടുക്കുകൂടെ ഒരു ഡാർക്ക് ഗ്രീൻ കളറും നമുക്ക് കാണാൻ കഴിയും. ചില ഇലകളിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കാണാം. അതുകൊണ്ടാകാം പിഡിലാന്തസ് കേർലി പിങ്ക് എന്ന് പറയുന്നത്. ഈ ചെടി വളർത്തുമ്പോൾ ഓവർ വാട്ടറിങ് ചെയ്യാതെ നോക്കണം. 23. പിഡിലാന്തസ് ഗ്രീൻ. ഇനി പരിചയപ്പെടുത്തുന്നത് പിഡിലാന്തസിൻ്റെ മറ്റൊരു വെറൈറ്റിയായ പിഡിലാന്തസ് ഗ്രീൻ ആണ്. നേരത്തെ കണ്ട വെറൈറ്റിയെക്കാളും കുറച്ച് ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഇലകൾക്ക്. ഇത് സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ്. 24. പെലോണിയ റിപ്പൻസ്. അടുത്തതായി നമ്മൾ ഈ കാണുന്ന ചെടിയാണ് പെലോണിയ റിപ്പൻസ്. ഇതിന് വേവി വാട്ടർമെലൺ ബിഗോണിയ എന്നും പേരുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബ്രൗൺ ബോർഡറും നടുക്കുകൂടെ ഒരു ഗ്രീൻ ഷെയ്ഡും നമുക്ക് കാണാൻ കഴിയും. 25. ടാങ്കിൾഡ് ഹാർട്ട്. ഈ കാണുന്ന ചെടിയാണ് ടാങ്കിൾഡ് ഹാർട്ട്. നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഒരു സർക്കുലൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെടിക്ക് സ്വീഡിഷ് ഐവി, പില്ലോ പ്ലാന്റ് എന്നൊക്കെ പേരുകളുണ്ട്. 26. ക്രീപ്പിംഗ് ചാർലി. ഈ ചെടിയാണ് ക്രീപ്പിംഗ് ചാർലി. നല്ല ഗ്രീൻ കളർ ഇലകളുള്ള ഈ ചെടി പൈലിയ ചെടിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ തണ്ടുകൾ ചെറിയ റെഡ് കളറിലാണുള്ളത്. 27. റാറ്റ് ടെയിൽ കാക്ടസ്. അടുത്തതായിട്ട് ഹാങ്ങിങ്ങിലെ ഒരു കാക്ടസിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് റാറ്റ് ടെയിൽ കാക്ടസ് എന്നാണ്. സാധാരണ കാക്ടസ് പോലെ തന്നെ ഈസിയായി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന നല്ലൊരു വെറൈറ്റി കാക്ടസ് ആണിത്. ഇതിൽ മുള്ളുകൾ ഉണ്ടായതുകൊണ്ട് ഹാങ് ചെയ്തിടുമ്പോൾ സൂക്ഷിക്കുക. 28. ഗോൾഡൻ മണി പ്ലാന്റ്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്ന മണി പ്ലാന്റ് ഗോൾഡൻ വെറൈറ്റി. ഇത് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഏത് സാഹചര്യത്തിലും വളരുന്ന ഒരു പ്ലാന്റ് ആയതിനാൽ ഇതിനെ നമുക്ക് എങ്ങനെയും ഡെക്കറേറ്റ് ചെയ്ത് വളർത്താൻ കഴിയും. ഇതിൻ്റെ യഥാർത്ഥ പേര് പോത്തോസ് എന്നാണ്. 29. ലൈക്കോപോഡിയം. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഒരു ഫേൺ വെറൈറ്റിയിലെ ഇൻവേർട്ടഡ് ഹാങ്ങിങ് പ്ലാന്റിനെയാണ്. ഇതിൻ്റെ പേര് ലൈക്കോപോഡിയം ക്ലാവാറ്റം ഫേൺ എന്നാണ്. തലകീഴായി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വീടുകളിൽ ഹാങ് ചെയ്തിടാൻ നല്ല ഭംഗിയാണ്. 30. ക്ലോറോഫൈറ്റം കോമോസം വെറിഗേറ്റഡ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് എയർ പ്യൂരിഫയിങ് പ്ലാന്റായ സ്പൈഡർ പ്ലാന്റ് വെറൈറ്റികളെയാണ്. ക്ലോറോഫൈറ്റം കോമോസം വെറിഗേറ്റഡ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് സ്പൈഡറിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാകാം സ്പൈഡർ പ്ലാന്റ് എന്ന പേര് പറയുന്നത്. ഈ വെറൈറ്റിയുടെ ഇലകൾക്ക് നടുവിൽ വൈറ്റ് ഷെയ്ഡ് കാണാൻ കഴിയും. 31. റിവേഴ്സ് വെറിഗേറ്റഡ് സ്പൈഡർ പ്ലാന്റ്. ഈ സ്പൈഡർ പ്ലാന്റ് വെറൈറ്റീനെ റിവേഴ്സ് വെറിഗേറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലകളുടെ ബോർഡറിലാണ് വൈറ്റ് ഷെയ്ഡ് ഉള്ളത്. നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റാണിത്. 32. മണി പ്ലാന്റ് എൻജോയ്. മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ്. ഗ്രീൻ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ വെറൈറ്റി നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. 33. സ്പാനിഷ് മോസ്. ഇത് സ്പാനിഷ് മോസ് എന്ന ഒരു എയർ പ്ലാന്റ് ആണ്. ഇതിന് തണ്ടും വേരും ഇലയും എല്ലാം ഒരേ രൂപത്തിലാണ്. ഈ ചെടി അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വെള്ളവും വളവും വലിച്ചെടുത്ത് വളരുന്ന ഒരു ചെടിയാണ്. ഈ ചെടിക്ക് വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. 34. ബോസ്റ്റൺ ഫേൺ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഒരു ഫേൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ബോസ്റ്റൺ ഫേൺ എന്നാണ്.
നമ്മുടെ വീടിനകത്തു നിന്നുള്ള ഫോർമാൽഡിഹൈഡ്, സൈലീൻ എന്നീ വിഷവായുക്കൾ നീക്കം ചെയ്ത് എയർ പ്യൂരിഫൈ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇത് ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞു വളരുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. 35 പോംപോം ഫേൺ. അടുത്തതായി ഈ കാണുന്നത് മറ്റൊരു ഫേൺ വെറൈറ്റിയായ പോംപോം ഫേൺ ആണ്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതെ ഇൻഡോറിൽ വയ്ക്കാവുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണിത്. 36 മോണ്ടാന ഫേൺ. ഈ കാണുന്നത് ഫേണിൻ്റെ മറ്റൊരു വെറൈറ്റിയായ മോണ്ടാന ഫേൺ ആണ്. ഇത് കണ്ടാൽ ഏകദേശം ബോസ്റ്റൺ ഫേണിനെ പോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ ഇലകൾ കുറച്ച് ഡാർക്കാണ്. പൊതുവെ ഫേൺ വെറൈറ്റീസിൻ്റെ കെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേണിൻ്റെ പോട്ട് മിക്സ് അധികം ഡ്രൈ ആവാതെയും അതുപോലെ തന്നെ അധികം വെള്ളം കൂടി ഒരു ചെടി രൂപത്തിലാകാതെയും ശ്രദ്ധിക്കണം. 37 ഡെലോസ്പെർമ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഡെലോസ്പെർമയുടെ ഒരു വെറൈറ്റിയെയാണ്. ഇതിൻ്റെ പേര് കൃത്യമായി എനിക്കറിയില്ല. ഇതിനൊരു വൈറ്റ് കളർ ഫ്ലവർ ആണുള്ളത്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 38 എപ്പീസിയ. ഈ കാണുന്നത് എപ്പീസിയ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് പ്ലാന്റ് ആണ്. ഇതിന് ഒരുപാട് വെറൈറ്റികളുണ്ട്. ഗ്രീൻ, ബ്രൗൺ, ബ്ലാക്ക് കളറിലൊക്കെയുള്ള വെറൈറ്റികൾ ധാരാളമുണ്ട്. പല കളേഴ്സിലുള്ള ഫ്ലവർ ഉള്ളതുമുണ്ട്. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാത്തൊരു ചെടിയാണ്. ഇത് മഴക്കാലത്ത് നന്നായി വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ്. 39 ഫിലോഡെൻഡ്രോൺ ഓക്സികാഡിയം. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഫിലോഡെൻഡ്രോൺ ഓക്സികാഡിയം എന്ന പ്ലാന്റിനെയാണ്. ഇതിന് ഹാർഡ് ലീഫ് ഫിലോഡെൻഡ്രോൺ എന്നുകൂടി പേരുണ്ട്. ഇതിനെ പലരും മണി പ്ലാന്റ് ആയിട്ടാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് നാസ അപ്രൂവ് ചെയ്ത ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് കൂടിയാണ്. ഇത് ഹാങ്ങിങ് ആയും വളർത്താൻ പറ്റും, സ്റ്റിക്കിലും വളർത്താൻ പറ്റിയ നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ്. 40 ഫിലോഡെൻഡ്രോൺ ഓക്സികാഡിയം റെഡ്. ഇതിൻ്റെ പുതിയതായി വരുന്ന ഇലകളിലും തണ്ടിലുമൊക്കെ റെഡ് കളർ കാണാൻ കഴിയും. ഇതിൻ്റെ തണ്ടുകളിൽ ഇലകളോട് ചേർന്ന് വേരുകൾ കാണപ്പെടുന്നു. അതിനാൽ ഇതിനെ മണി പ്ലാന്റ് പോലെ പടർത്തിവിടാൻ കഴിയുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കൂടിയാണ്. ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് തണ്ടുകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഈ നഴ്സറിയിൽ ധാരാളം വെറൈറ്റി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. 40 വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.